ആശാവർക്കേഴ്സ് ചോദിക്കുന്നത് വലിയൊരു തുകയാണെന്നും വേതനം കൂട്ടാൻ നിലവിലെ സാഹചര്യത്തിൽ കഴിയില്ലെന്നും തൊഴിൽ മന്ത്രി വി ശിവൻകുട്ടി. കേന്ദ്രം കൂടി ഇടപെട്ട് പരിഹാരം കാണണം. തൊഴിൽ മന്ത്രിയായ തനിക്ക് ആശാവർക്കേഴ്സ് ഒരു കത്ത് പോലും നൽകിയിട്ടില്ല. അപ്പോൾ തന്നെ ദുഷ്ടലാക്ക് മനസ്സിലാകുമെന്നും മന്ത്രി പറഞ്ഞു. സലിം മാലിക്കാണ് ചേരുന്നത് വിവരങ്ങളുമായി. സലിം, ഇതുതന്നെയാണ് ഓരോ കോണിൽ നിന്നും ഇതിനെ വിമർശിച്ചിട്ട് CPIM പ്രവർത്തകരാകട്ടെ നേതാക്കളാകട്ടെ ആരോഗ്യമന്ത്രിയും ഇക്കാര്യം തന്നെയാണ് പറഞ്ഞത്. ഇപ്പോൾ തൊഴിൽ മന്ത്രി ഇങ്ങനെ പറയുമ്പോൾ അദ്ദേഹത്തോട് പ്രത്യേകിച്ച് പറഞ്ഞിട്ടില്ല, അറിയിച്ചിട്ടില്ല എന്ന് അദ്ദേഹം പറയുന്നു. പക്ഷേ വലിയ കഷ്ടമാണ്, ഈ കാര്യത്തിലൊരു സമവായ ചർച്ച പോലും നല്ല രീതിയിൽ നടക്കുന്നില്ല. ഇനി അഥവാ നടന്നാൽ തന്നെ അവർക്ക് അനുകൂലമായ യാതൊരു തരത്തിലും അവരുടെ ഒരു സമരം അവസാനിപ്പിക്കാൻ എന്ത് നടപടി, അതാണ് ചോദ്യം. ആ ചോദ്യത്തിന് ഇപ്പോഴും മറുപടി ഇല്ല. ഇപ്പോൾ തൊഴിൽ മന്ത്രിയും ഇക്കാര്യത്തിൽ വലിയ വിമർശനവുമായി രംഗത്ത് വന്നിരിക്കുന്നു. പറയൂ സലിം. സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് വലിയ വിമർശനം ഈ ആശാ സമരത്തെ സംബന്ധിച്ചിടത്തോളം ആശാ സമരക്കാർക്കെതിരെ ഉണ്ടായി വരുന്ന ഒരു കാഴ്ച നമ്മൾ ആദ്യ ദിവസം മുതൽ, ഈ സമരം തുടങ്ങിയ ആദ്യ ദിവസം മുതൽ കാണുന്നതാണ്. അതിന് പിന്നാലെയാണ് ഈ വിഷയത്തിൽ തൊഴിൽ മന്ത്രി വി ശിവൻകുട്ടി ആദ്യമായി നിലപാട് വ്യക്തമാക്കുന്നത്. അതും ഈ സർക്കാരിൽ നിന്നും നേരത്തെയുള്ള അതേ നിലപാട് തന്നെ ആവർത്തിക്കുകയാണ്. വലിയ തുകയാണ് ആശമാർ ചോദിക്കുന്നത്, അത് കൊടുക്കാൻ കഴിയില്ല എന്നുള്ളതാണ്. അതെങ്ങനെ കൊടുക്കാൻ കഴിയുമെന്നൊരു ചോദ്യമാണ് വി ശിവൻകുട്ടി ചോദിക്കുന്നത്. നയപരമായ തീരുമാനവും സാമ്പത്തിക പ്രതിസന്ധിയും അതിന് കാരണമാണ്. അതുകൊണ്ടാണ് ആ പണം കൊടുക്കാൻ കഴിയാത്തത്. ഒപ്പം തന്നെ കേന്ദ്രം കൂടി ഇടപെട്ടാണ് ഇതിന്റെ പരിഹാരം കാണേണ്ടത് എന്ന് പറയുന്ന മന്ത്രി, തൊഴിൽ മന്ത്രി കൂടിയായ തനിക്കൊരു കത്ത് പോലും നൽകിയിട്ടില്ല എന്നുകൂടി പറയുന്നു. പ്രശ്നം പരിഹരിക്കണമെന്നും തന്നോട് ആവശ്യപ്പെട്ടിട്ടില്ല എന്ന് പറയുന്നു. അതേസമയം സെക്രട്ടേറിയറ്റ് പഠിക്കൽ 44 ദിവസമായ സമരം തുടരുമ്പോഴും ഇപ്പോഴും ഒരു കത്ത് നൽകിയിട്ടില്ല എന്ന സാങ്കേതികത്വത്തിൽ തൊഴിൽ മന്ത്രി വി ശിവൻകുട്ടി ഇപ്പോഴും പിടിച്ചു നിൽക്കുന്നത് എന്തുകൊണ്ടാണെന്ന് അറിയില്ല. മാത്രമല്ല SUCI കൂട്ടുപിടിച്ചുള്ള രാഷ്ട്രീയ സമരമാണ് എന്നുള്ളത് വി ശിവൻകുട്ടിയും ആവർത്തിക്കുന്നു. അത് മറ്റു മന്ത്രിമാരൊക്കെ നേരത്തെ തന്നെ ആവർത്തിച്ചതാണ്. CPIMന്റെ പ്രധാനപ്പെട്ട നേതാക്കളൊക്കെയും ആക്ഷേപിച്ചതാണ്. ആശമാരുടെ വേതനം കൂട്ടാൻ നിലവിലെ സാഹചര്യത്തിൽ കഴിയില്ല എന്നുകൂടി പറയുന്നു. ആരോഗ്യമന്ത്രി ആവട്ടെ ആശമാരുടെ വേതനം കൂട്ടുന്നത് പരിഗണിക്കുന്നു എന്നുള്ളതായിരുന്നു പറഞ്ഞിരുന്നത്. പക്ഷേ ഇപ്പോൾ കഴിയില്ല എന്നുള്ള ഒരു നിലപാട് ഈ വി ശിവൻകുട്ടി പറയുകയും ചെയ്യുന്നു. ഒപ്പം തന്നെ സുരേഷ് ഗോപിയെ പരിഹസിക്കുക കൂടി ചെയ്തുകൊണ്ടാണ് വി ശിവൻകുട്ടി ഇന്ന് ഈ മാധ്യമങ്ങൾക്ക് മുൻപിൽ പ്രതികരണം നൽകിയിരിക്കുന്നത്. 100 കുട നൽകി അഭിപ്രായം പറഞ്ഞു പോകാൻ ആർക്കും കഴിയും, പക്ഷേ അതുപോലെയല്ല വേതനം കൂട്ടേണ്ട കാര്യങ്ങൾ എന്നുള്ളതും സെക്രട്ടേറിയറ്റിന് മുന്നിലെ സ്ത്രീ സമരങ്ങളിൽ ന്യായമായ സമരങ്ങളാണെങ്കിൽ അതിന് പരിഹാരം കാണുമെന്നുമാണ് മന്ത്രി പറയുന്നത്. അപ്പോൾ 44 ദിവസമായി തുടരുന്ന ഈ സമരം, 6 ദിവസമായി തുടരുന്ന നിരാഹാര സമരം, അതൊന്നും ന്യായമല്ല, മന്ത്രിയുടെ കണ്ണിൽ ന്യായമല്ല എന്നുള്ളതാണ് ഇപ്പോഴും ഖേദകരമായ കാര്യം. സ്മിത. ശരി, സലിം മാലിക്കാണ് വിവരങ്ങളുമായി നമുക്കൊപ്പം ചേർന്നത്. വലിയ സങ്കടം തോന്നുന്നു, ഇങ്ങനെയൊക്കെ ദുഃഖം തോന്നുന്നു. എത്രയോ സമരങ്ങളിൽ കൂടെ കടന്നു വന്നതാണ്. അവകാശങ്ങൾ സംരക്ഷിക്കാൻ, കിട്ടേണ്ടത് കിട്ടാൻ വേണ്ടി സമരങ്ങളിലൂടെ കടന്നു വന്ന നമ്മുടെ നേതാക്കൾ മന്ത്രിമാരാകുമ്പോൾ സർക്കാരാണ്, നമ്മളെ ഭരിക്കുന്നവരാണ്, ഒരു കത്ത് കിട്ടിയില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അവഗണിക്കാൻ കഷ്ടമാണ്. സ്ത്രീകളാണ്, അമ്മമാരാണ്. നിങ്ങളുടെ മൂക്കിന്റെ തുമ്പത്താണ് ഈ ഒരു മാസത്തിലധികമായി സ്ത്രീകൾ അവിടെ നിന്ന് സമരം ചെയ്യുന്നു. ഒരു കാര്യം മാത്രമേ പറയാനുള്ളൂ, ഉറപ്പായിട്ടും അതൊരു നല്ലത് ചെയ്യില്ല. ഇങ്ങനെ നിൽക്കുന്നത് ഒരിക്കലും പൊതുജനങ്ങളിൽ നിന്ന് നിങ്ങൾക്ക് അനുകൂലമായിട്ടല്ല ഒരു ഇതുണ്ടാവുക. ഇതുപോലെ എന്തെങ്കിലും തരത്തിൽ അതൊന്ന് സമവായ ചർച്ചകൾക്ക് സർക്കാർ മുന്നിട്ടിറങ്ങണം. അതൊരു അപേക്ഷയാണ്, അഭ്യർത്ഥനയാണ്.